ഹലോ ഗൈസ്, ഒരു ഞായറാഴ്ച ദിവസം കൊല്ലത്തൊന്ന് കറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ചങ്കിന് ഒരു ആഗ്രഹം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് അവിടെ തന്നെ ഉണ്ടോ നോക്കിട്ട് വന്നാലോ. അങ്ങനെ നമ്മൾ ആദ്യം പോയത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്കാണ്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്. കൂടാതെ ഫോട്ടോ എടുക്കുന്നതിന് അഡീഷണൽ ആയി 10 രൂപ കൊടുക്കാൻ വേണം. അത്രയുമല്ല ഇവിടെ UPI പേയ്മെന്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് കയ്യിൽ കാശുമായിട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ചെരുപ്പ് കൂരി നേരെ അകത്തേക്ക് കയറി. മുകളിലേക്ക് പോകാൻ ലിഫ്റ്റ് ഉണ്ടായിട്ട് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാമെന്ന് പറഞ്ഞ സ്റ്റെപ്പ് വഴിയാണ് മുകളിലേക്ക് പോയത്. കയറിയപ്പോൾ തന്നെ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരുവിധം സ്റ്റെപ്പ് കയറി നമ്മൾ അവസാനം മുകളിലെത്തി കുറച്ച് നേരം കാറ്റ് കൊണ്ടപ്പോൾ തന്നെ സ്റ്റെപ്പ് കയറി ക്ഷീണമൊക്കെ മാറി. 1902 നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. 123 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കൊല്ലത്തിന്റെ കാഴ്ചകളൊന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് ശേഷം നേരെ താഴേക്ക് ഇറങ്ങി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യൂ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തങ്കശ്ശേരി കോട്ടയിലേക്കാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തങ്കശ്ശേരി കോട്ട ഫുള്ള് ഫോട്ടോഷൂട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ഒന്നും ശ്രദ്ധിക്കാതെ ഒരാൾ ഒരു പഴയ FM റേഡിയോ കൊണ്ട് ഒരു മൂലകിരുന്ന് പാട്ട് കേൾക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. അങ്ങനെ ഏകദേശം സമയം 5:30 കൊല്ലം പോളയത്തോട് അനാൻസ് വരുന്നുണ്ടെന്ന് അറിയാൻ ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. കൊല്ലത്തുള്ള ഒട്ടുമിക്ക എല്ലാ കഴിവേറിയ കലാകാരന്മാരും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അനാൻസ് വന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടൊക്കെ കേട്ട ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി. പക്ഷേ ശരി ഗൈസ്, ബാക്കി അടുത്ത വീഡിയോ